നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാനഡയിലെ ടൊറാന്റോയിലുണ്ടായ അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം യാത്രക്കാരുടെ അത്ഭുത രക്ഷപ്പെടലിനെ കുറിച്ചുള്ള വീഡിയോകൾ ഇപ്പോൾ വൈറലാണ്. പീറ്റ് കുക്കോവ് എന്ന യാത്രക്കാരി തന്റെ മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങളാണ് എക്സിലും ഇൻസ്റ്റഗ്രാമിലും അടക്കം ഇപ്പോൾ വൈറലാകുന്നത്. വിമാനം തകർന്നതിനെ തുടർന്ന് വിമാനത്തിനുള്ളിൽ നിന്ന് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയതിന്റെ വീഡിയോയാണിത്. ഫയർ എഞ്ചിന് പുറത്തേക്ക് വെള്ളം ശക്തമായി ഒഴിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ജീവിച്ചിരിക്കുന്നതിൽ ഇന്ന് വല്ലാത്ത സന്തോഷം തോന്നുന്നു എന്നാണ് യാത്രക്കാരി പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റൊരു യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വിമാന ജീവനക്കാർ ഇടപെട്ട് വിമാനത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതും കാണാം. വിമാനം പൊട്ടിത്തെറിക്കാതിരിക്കാൻ വെള്ളം ശക്തമായി ചീറ്റുന്നുണ്ടായിരുന്നു. വിമാനം തകർന്നു, ഞാൻ തലകീഴായി മറിഞ്ഞു എന്നാണ് വീഡിയോയ്ക്ക് തലക്കെട്ടായി ഈ ഒരു യുവതി നൽകിയിരിക്കുന്നത്. സ്തബ്ധരായ യാത്രക്കാർ രക്ഷാപ്രവർത്തനത്തിനിടെ വിമാനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നെട്ടോട്ടം ഓടുന്നതാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. കാനഡയിലെ ടൊറാന്റോയിൽ നടന്ന വിമാന അപകടത്തിൽ ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം തല കീഴായി മറിയുകയായിരുന്നു. മിനിയാപോളിസിൽ നിന്ന് ടൊറാന്റോയിലേക്കുള്ള ഡെൽറ്റ 4819 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ് 15ഓളം യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരുടെ നില ഗുരുതരമാണെങ്കിലും അപകടത്തിൽപ്പെട്ട ഭൂരിപക്ഷ യാത്രക്കാർ കൂളായി പുറത്തിറങ്ങി സെൽഫി എടുക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഡെൽറ്റ എയർലൈൻസ് വിമാനമാണ് തിങ്കളാഴ്ച അത്ഭുതകരമായ അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് 76 യാത്രക്കാരും 4 ക്രൂ മെമ്പേഴ്സുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഏതായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു രക്ഷപ്പെടുത്തൽ തന്നെയായിരുന്നു സംഭവിച്ചത്. ഇപ്പോൾ അതിന്റെ പുറത്തുനിന്ന് ഇറങ്ങിയതിൽ നടുക്കം പല യാത്രക്കാർക്കും മാറിയിട്ടില്ല. അതിന്റെ വീഡിയോയാണ് ഓരോരുത്തരും പങ്കുവെക്കുന്നത്. ഏതായാലും അവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാകുന്നത്. പീൽ റീജിയണിൽ പാരാമെഡിക്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു കുട്ടിയടക്കം 15 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണെന്നാണ് പറയുന്നത്. ലാൻഡ് ചെയ്ത സമയത്ത് പ്ലെയിൻ തെന്നി മറിയുകയായിരുന്നു എന്നാണ് CBC ടെലിവിഷൻ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അപകടത്തിൽപ്പെട്ട ഭൂരിഭാഗം പേരും പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. അപകടത്തിന് പിന്നാലെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മണിക്കൂറുകളോളം നിർത്തിവെച്ചു. ഇപ്പോൾ വീണ്ടും വിമാന ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെ ടൊറാന്റോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന വിമാന അപകടത്തിൽ ചുരുങ്ങിയത് 15 പേരെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഡെൽറ്റയുടെ 4819 വിമാന അപകടത്തിൽപ്പെടാൻ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ലെങ്കിലും ഇന്നലെ ഉച്ച മുതൽ ടൊറാന്റോയിൽ അതിശക്തമായ കാറ്റുണ്ടായിരുന്നു. മണിക്കൂറിൽ 40 മൈൽ വരെ വേഗത്തിലായിരുന്നു കാറ്റ് ആഞ്ഞടിച്ചിരുന്നത്. പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേരുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. യാത്രക്കാരുടെ അനുഭവം ഇത്തരമൊരു സാധ്യതയാണ് ശരിവയ്ക്കുന്നത്. കൂടാതെ മറ്റുള്ള ആളുകളെല്ലാം തന്നെ സുരക്ഷിതമായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 76 യാത്രക്കാരും 4 ജീവനക്കാരുമായിരുന്നു വിമാനത്തിൽ അപകടം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. സെയിന്റ് പോളീസിൽ നിന്ന് ടൊറാന്റോ പിയേഴ്സൺ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്കുള്ള എൻഡേവർ 4819 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അവ പരസ്യപ്പെടുത്തുമെന്നാണ് കമ്പനി അടക്കം അറിയിച്ചിട്ടുള്ളത്. വിമാനം ക്രാഷ് ലാൻഡിംഗ് നടത്തിയതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിർത്തിവെച്ചിരുന്നു. മഞ്ഞു മൂടിയ ഹൈവേയിൽ തല കീഴായി മറിഞ്ഞു കിടക്കുന്ന വിമാനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിമാനത്തിന് പുറത്തു കടന്ന യാത്രക്കാർ മഞ്ഞു പുതഞ്ഞ പ്രതലത്തിലൂടെ വിമാനത്തിൽ നിന്ന് ഓടി അകലുന്ന ദൃശ്യങ്ങൾ ലഭ്യമാണ്. വിമാനം ക്രാഷ് ലാൻഡ് ചെയ്ത ഉടൻ തന്നെ അതിന് സമീപമെത്തിയ എമർജൻസി ടീം വിമാനം അഗ്നിക്കിരയാകുന്നത് തടയുവാൻ അതിലേക്ക് ഫോം സ്പ്രേ ചെയ്തിരുന്നു. വിമാനം ഇറങ്ങിയ ഉടൻ തന്നെ അതിന് തീപിടിച്ചെങ്കിലും അത് അണയ്ക്കാനായതാണ് വൻ ദുരന്തം ഒഴിവാക്കാനായിട്ട് സാധിച്ചത്. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരാണ് ഈ അപകട വിവരം ആദ്യം പുറലോകത്തെ തന്നെ അറിയിച്ചത്. അവർ ആ ഒരു നിമിഷത്തിൽ എടുത്തിട്ടുള്ള വീഡിയോയും അവരുടെ അനുഭവങ്ങളെല്ലാം തന്നെ പങ്കുവച്ചിട്ടുള്ള വീഡിയോയൊക്കെ ഇപ്പോൾ അവർ പുറത്തു വിടുന്നുണ്ട്. അതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്.